ശ്രീ JR പത്മകുമാർ, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം പറഞ്ഞ വാചകം ഇതാണ്: ഇന്ത്യയെ കേൾക്കാൻ അനുവദിക്കണം. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശബ്ദമാണ്. ആ ഇന്ത്യയുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ കഴിയണം. സർക്കാരിന് തീർച്ചയായും രാഷ്ട്രീയ അധികാരമുണ്ട്, പക്ഷേ ഞങ്ങളെ കൂടി കേൾക്കാൻ അനുവദിക്കണം. 147 MP പുറത്താക്കിക്കൊണ്ട് കഴിഞ്ഞ തവണ ഇതേ സ്പീക്കർ ബില്ല നടത്തിയ നടപടി നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രതിപക്ഷം ആ വരവ് അറിയിച്ചു കഴിഞ്ഞു. JR പത്മകുമാർ, അത് ആദ്യം പ്രതിപക്ഷം തന്നെ പാർലമെൻ്ററി റൂൾസ് ഒക്കെ പാലിക്കാൻ തയ്യാറായാൽ മതി. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ്, ഇന്ത്യ സഖ്യമെന്നുള്ള നിലയിലാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ മനസ്സിലാക്കാം. ഇന്ത്യയിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയാണെന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്നത് തന്നെയാണ് ഭാരതം എന്നുള്ളൊരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളത് മാത്രം കേൾക്കുക, ബാക്കി ഭരണകക്ഷി പറയുന്നതൊന്നും കേൾക്കണ്ട എന്നുള്ളതല്ല. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയല്ല. അദ്ദേഹം സഭയുടെ മൊത്തത്തിൽ സഭയുടെ നാഥനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ആ കീഴ്വഴക്കം തന്നെ പാലിക്കും, ഇതുവരെ പാലിച്ചിട്ടുണ്ട്. മാന്യനായ ഒരു സ്പീക്കറാണ് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാമതും തിരഞ്ഞെടുത്തത്. ഇപ്പോൾ തന്നെ രണ്ടാമതും നോമിനേഷനെ കൊടുത്ത് ഒരു 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 കണ്ടീഷണൽ സഹായമൊക്കെ പറഞ്ഞതിന് ശേഷം, സ്ഥാനാർത്ഥിയെ കൊണ്ട് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ശബ്ദവോട്ടോടുകൂടി വേറെ ഞങ്ങൾക്ക് ഡിവിഷനൊന്നും വേണ്ട, ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പോയത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. സ്പീക്കറാക്കാൻ വേണ്ടിയല്ല ഇന്നത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം പ്രതിപക്ഷത്തിന് കൊടുക്കാത്ത ജനാധിപത്യ വിരുദ്ധമായ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു JR പത്മകുമാർ. കൊടിക്കുന്നിൽ സുരേഷിന് തൽക്കാലം ഈ പാർലമെന്റിൽ സ്പീക്കറാവാൻ കഴിയില്ലെന്ന് ആർക്കും അറിയില്ല. അല്ല, അങ്ങനെയല്ലല്ലോ. കീഴ്വഴക്കങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കീഴ്വഴക്കം എന്ന് പറയുമ്പോൾ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, റഹീമിനോട് ചോദിക്കട്ടെ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എത്ര മണിക്കാണ്? എത്ര മണിക്കാണ്? അതൊരു സാങ്കേതികമായ മാറ്റമാണ് JR പത്മകുമാർ. അതും പ്രതിപക്ഷത്തിന്റെ അവകാശവും തമ്മിൽ ഒരു ബന്ധവുമില്ല JR പത്മകുമാർ. ആ കമ്പാരിസൺ ഒരിക്കലും സാധ്യമാകാത്ത കമ്പാരിസൺ ആണ്. കീഴ്വഴക്കത്തിന്റെ കാര്യത്തിലാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആരുണ്ട്, എന്നെ പറയാൻ അനുവദിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോ. ഞാൻ പറഞ്ഞത് കീഴ്വഴക്കങ്ങൾ മാറിയിട്ടുണ്ട്, കീഴ്വഴക്കങ്ങൾ മാറും, കീഴ്വഴക്കങ്ങൾ മാറ്റപ്പെടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് എങ്ങനെ എടുക്കും? അതെങ്ങനെ കമ്പയർ ചെയ്യാം നിങ്ങൾ JR പത്മകുമാർ? അങ്ങനെയല്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. നിങ്ങളത് തെറ്റിദ്ധരിപ്പിക്കരുത്. എല്ലാ വാദത്തിനും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ആംഗിളുണ്ട്. ഞാൻ പറഞ്ഞത് കീഴ്വഴക്കം ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റിൽ കീഴ്വഴക്കം മാറിയിട്ടുണ്ട്. ആ മാറുമ്പോഴാണ് പിന്നെ അതൊരു കീഴ്വഴക്കമായിട്ട് മാറുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് ഇത് കൊടുക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ കാര്യം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിപക്ഷ കക്ഷികളുമായി സംസാരിച്ചപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ ഞങ്ങൾക്കത് തന്നാൽ ഞങ്ങൾക്കിത് തരാം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനോട് യോജിപ്പില്ല എന്നുള്ളൊരു നിലപാടാണ്. രാജ്നാഥ് സിംഗുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? മല്ലികാർജുൻ ഖർഗെയോട് ആ കണ്ടീഷൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ മത്സരം ഉണ്ടാവില്ലായിരുന്നു JR പത്മകുമാർ. അല്ല, അതാണല്ലോ ഈ കണ്ടീഷണൽ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ അത് ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് അത് തന്നാലേ ഇത് അല്ല, സമവായമല്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ സമവായത്തിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. NDAക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്, NDAക്ക് സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലൊരു ചർച്ച വരുന്ന സമയത്ത് മാന്യമായ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ശരി, സ്പീക്കർ തിരഞ്ഞെടുപ്പ് നമുക്ക് നാളിതുവരെ അങ്ങനെ ഇലക്ഷൻ 2 തവണയെ വന്നിട്ടുള്ളൂ, 52-ലും 76-ലും വന്നിട്ടുള്ളൂ, നമുക്ക് ഇലക്ഷൻ വേണ്ട, നമുക്ക് മറ്റു കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. കണക്കിലെടുത്താൽ ശ്രീനിവാസ് നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീനിവാസൻ കൃഷ്ണൻ JR പത്മകുമാർ സൂചിപ്പിക്കുന്നത്. ഇതൊരു കണ്ടീഷൻ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തൊന്നും അല്ലല്ലോ ഇത് സമ്മർദ്ദത്തിലാക്കേണ്ടത് എന്നതാണ്. മാത്രവുമല്ല, ഇന്ന് നിങ്ങൾ ശബ്ദവോട്ട് ആവശ്യപ്പെടാഞ്ഞത് Debate with Arun Kumar.